കൊളസ്ട്രോൾ ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട്. വേണ്ടത്ര തയ്യാറെടുപ്പില്ലാതെ പോവുക. ഒരു കുട്ടി ഒരു പരീക്ഷ എഴുതാന്ന് വിചാരിക്കുക. തലേ ദിവസം രാത്രി ഉറക്കൊഴിച്ച് ഫുഡൊന്നും കറക്റ്റ് കഴിക്കാതെ രാവിലെയും ഫുഡ് കറക്റ്റ് കഴിച്ചില്ല. അങ്ങനെ ആ കുട്ടി എക്സാം എഴുതുകയാണെങ്കിൽ ആ എക്സാമിൽ കിട്ടുന്ന മാർക്ക് യഥാർത്ഥ പെർഫോമൻസ് ആവണമെന്നില്ല. അതുപോലെയാണ് കൊളസ്ട്രോൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. 40% കൊളസ്ട്രോളിന്റെ റിപ്പോർട്ടിന്റെ കൃത്യത ആ ടെസ്റ്റിന് മുമ്പേ 48 മണിക്കൂർ നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. റിപ്പോർട്ട് കറക്റ്റ് കിട്ടാത്തത് കൊണ്ട് തന്നെ പല ആളുകൾക്കും അനാവശ്യമായിട്ട് മരുന്ന് കഴിക്കേണ്ടി വരാറുണ്ട്. ആളുകൾ പ്രധാനമായിട്ട് വരുത്തുന്ന 4 മിസ്റ്റേക്കുകളുണ്ട്. അതിൽ ഒന്നാമത്തെ മിസ്റ്റേക്ക് എക്സർസൈസ് ആണ് കേട്ടോ. പക്ഷേ എക്സർസൈസ് കൊളസ്ട്രോൾ ഇംപ്രൂവ് ചെയ്യല്ലേ ചെയ്യുക? അല്ല, കൊളസ്ട്രോൾ ടെസ്റ്റ് ചെയ്യുന്നതിന്റെ 24 മണിക്കൂറിനിടയിൽ നമ്മൾ കഠിനമായ രീതിയിലുള്ള എക്സർസൈസുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ കൊളസ്ട്രോളിന്റെ അളവ് കൂടാനാണ് സാധ്യത. എക്സർസൈസ് ചെയ്യുന്ന സമയത്ത് ശരീരത്തിൽ സ്റ്റോർ ചെയ്തിരുന്ന കൊളസ്ട്രോളിനെ ഊർജ്ജത്തിനായിട്ട് ഉപയോഗിക്കുകയാണ്. അത് കാരണം രക്തത്തിൽ ഫ്രീ ഫാറ്റി ആസിഡുകൾ കൂടും. നമ്മുടെ ലിവർ ഇതിനെ ട്രൈഗ്ലിസറൈഡ് ആയിട്ട് മാറ്റും, VLDL ആയിട്ട് മാറ്റും. മാത്രമല്ല ചില ആളുകൾക്ക് HDL നല്ല കൊളസ്ട്രോളിന്റെ അളവ് ഒന്ന് കൂടുകയും ചെയ്യും. ഇതിന്റെ പേരാണ് എക്സർസൈസ്ഡ് ഇൻഡ്യൂസ്ഡ് ലൈപ്പിഡ് പെർടർബേഷൻ. രണ്ടാമത്തത് ടെസ്റ്റ് എടുക്കുന്നതിന്റെ 12 മണിക്കൂർ ഇടവേളയിൽ ഹൈ ഫാറ്റ് ഉള്ളത് അതല്ലെങ്കിൽ കൂടിയ കാർബുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. ഇതുപോലെ ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ രക്തത്തിൽ കാർബാണെങ്കിലും ഫാറ്റ് ആണെങ്കിലും ഒരുപാട് അളവിൽ ഒഴുകി നടക്കുന്ന ഒരു സമയമായിരിക്കും. ഇങ്ങനെ ഒഴുകി നടക്കുന്നതിലെ ഫാറ്റിനെ രക്തത്തിൽ കൈലോമൈക്രോൺ എന്ന പാക്കറ്റുകളായിട്ടാണ് കാണുക. ഈ കൈലോമൈക്രോൺ കാരണം ട്രൈഗ്ലിസറൈഡ് കുത്തനെ കൂടും. കുറച്ച് നട്ട്സോ ഒരു കഷ്ണം പിസോ കഴിച്ചാൽ പോലും ട്രൈഗ്ലിസറൈഡ് 50-100 കൂടാൻ സാധ്യതയുണ്ടെന്ന് അർത്ഥം. ഇനി കൊഴുപ്പ് കഴിച്ചാൽ മാത്രമല്ല കാർബോഹൈഡ്രേറ്റ് കൂടുതൽ കഴിച്ചാലും പ്രശ്നം കേട്ടോ. അത് ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാക്കുന്നുണ്ട്. അത് കാരണം ലിവറിൽ നിന്നും VLDL എന്ന് പറയുന്ന കൊളസ്ട്രോൾ കുത്തനെ കൂടുകയാണ്. ഇനി ഞെട്ടിക്കുന്ന വേറെ കാര്യമുണ്ട്. നല്ല കൊഴുപ്പുണ്ടല്ലോ, ഒലിവ് ഓയിൽ, അയില, മത്തി, അവക്കാഡോയിലെ കൊഴുപ്പ്, ഇത് കഴിച്ചാലും കൊളസ്ട്രോളിന്റെ റിപ്പോർട്ട് തെറ്റായിട്ടാണ് കിട്ടുക. മൂന്നാമത്തത് ടെസ്റ്റിന്റെ 24 മണിക്കൂർ ഗ്യാപ്പിൽ മദ്യം കഴിച്ചാലാണ്. അതിന് ഒരുപാട് മദ്യം കഴിക്കൊന്നും വേണ്ട, കുറഞ്ഞ അളവിൽ മദ്യം കഴിച്ചാൽ പോലും റിപ്പോർട്ടിനെ അത് ബാധിക്കും. നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ ലിവറാണ് മദ്യത്തിനെയും ദഹിപ്പിക്കുന്നത്, കൊളസ്ട്രോളിനെയും ദഹിപ്പിക്കുന്നത്. അപ്പോൾ മദ്യം അകത്ത് ചെല്ലുമ്പോൾ ലിവർ മദ്യത്തിലെ കേടുകൾ ഒഴിവാക്കാനാണ് പ്രാധാന്യം കൊടുക്കുക. കൊളസ്ട്രോളിന്റെ ദഹനത്തെ അവിടെ മാറ്റി വെക്കും. ഇത് കാരണം ട്രൈഗ്ലിസറൈഡ് കുത്തനെ കൂടും, HDL കുറയും. മാത്രമല്ല മദ്യം ലിവർ അസറ്റേറ്റ് എന്നുള്ള രീതിയിലുള്ള ഒരു കെമിക്കലിലേക്ക് മാറ്റാണ്. ഈ അസറ്റേറ്റ് പിന്നീട് കൊഴുപ്പായിട്ട് മാറും. അപ്പോഴും റിപ്പോർട്ടിൽ ട്രൈഗ്ലിസറൈഡ് കൂടും. അതുപോലെ തന്നെ മദ്യം ശരീരത്തിൽ ഒരു നിർജ്ജലീകരണം ഉണ്ടാക്കുന്നുണ്ട്. ബ്ലഡ് കുറച്ച് കട്ടി കൂടുകയാണ്. അങ്ങനെ വരുമ്പോൾ ടോട്ടൽ കൊളസ്ട്രോളും LDL-ഉം ട്രൈഗ്ലിസറൈഡും ഒക്കെ കൂടിയ അളവിലാണ് റിപ്പോർട്ടിൽ കാണിക്കുക. നാലാമത്തെ മിസ്റ്റേക്ക് ടൈമിങ്ങിലുള്ളതാണ്. 9 മുതൽ 12 മണിക്കൂർ ഫാസ്റ്റിംഗ് ആണ് കൊളസ്ട്രോൾ ടെസ്റ്റിന് വേണ്ടത്. പക്ഷേ ചില ആളുകൾ 9 മണിക്കൂർ എടുക്കില്ല, ചില ആളുകൾ കൂടുതൽ സമയം ഫാസ്റ്റ് ചെയ്യും. ഇത് രണ്ടും പ്രശ്നമാണ്. കൂടുതൽ ഫാസ്റ്റ് ചെയ്താലുള്ള പ്രശ്നം എന്താണെന്ന് അറിയോ? പട്ടിണി കിടക്കുന്ന ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഫാറ്റുകളൊക്കെ എടുത്തിട്ട് ദഹിപ്പിക്കാൻ തുടങ്ങും. അത് ബ്ലഡിൽ കുത്തനെ കൂടും. ഇതിന് ഫാസ്റ്റിംഗ് ഇൻഡ്യൂസ്ഡ് ലൈപ്പോലൈസിസ് എന്ന് പറയാം. ട്രൈഗ്ലിസറൈഡ് ഒരു 50 പോയിന്റ് ഒക്കെ എന്തായാലും കൂടും. ടെസ്റ്റിന് ബ്ലഡ് എടുക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ. ഒരു കാരണവശാലും ഈ 9 മുതൽ 12 മണിക്കൂർ ഗ്യാപ്പിൽ ചായ, സ്നാക്സ്, കോഫി ഒന്നും കഴിക്കാൻ പാടില്ല. ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? കൊളസ്ട്രോൾ ടെസ്റ്റിന് പോകാന്ന് വെച്ചാൽ നമ്മളൊരു വെഡിങ് ഫോട്ടോ ഒക്കെ എടുക്കാൻ പോകുന്ന പോലെയാണ്. എന്ന് വെച്ചാൽ നമ്മൾ നല്ല പ്രിപ്പയർ ചെയ്ത് നല്ല ഭംഗിയിലൊക്കെയാണല്ലോ ഫോട്ടോ എടുക്കാൻ പോകുക. അതുപോലെ നല്ല പ്രിപ്പയർ ആയിട്ട് തന്നെ കൊളസ്ട്രോൾ ടെസ്റ്റിന് പോകണം. ഒന്നാമതായിട്ട് ടെസ്റ്റിന്റെ ദിവസം ഒന്ന് പ്ലാൻ ചെയ്യണം. ഒരു കല്യാണത്തിന്റെ പിറ്റേന്നോ ഒരു ടൂർ പോയി വന്നതിന്റെ പിറ്റേന്നൊന്നും പോയിട്ട് ടെസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. നമ്മൾ സാധാരണ ഭക്ഷണമൊക്കെ കഴിച്ചിരുന്ന ദിവസങ്ങളിൽ പോയിട്ട് തന്നെ ടെസ്റ്റ് ചെയ്യണം. രണ്ടാമത്തത് ടെസ്റ്റ് എടുക്കുന്നതിന്റെ തൊട്ട് മുമ്പുള്ള 3 ദിവസം നമ്മുടെ ഭക്ഷണക്രമം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ സ്ഥിരമായിട്ടുള്ള ഭക്ഷണക്രമമായിരിക്കണം. സ്പെഷ്യലായിട്ട് നമ്മൾ പട്ടിണി കിടന്നിട്ടോ ഭക്ഷണമൊക്കെ വല്ലാതെ കുറച്ചിട്ട് റിപ്പോർട്ട് ഒന്ന് ഉഷാറാക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. വേറെ സ്പെഷ്യൽ ഫുഡുകൾ കഴിക്കാനും പാടില്ല. മൂന്നാമതായിട്ട് 48 മണിക്കൂർ മുമ്പ് മദ്യം തൊടുന്ന് നിർത്തുക. നാലാമതായിട്ട് 24 മണിക്കൂർ മുമ്പ് കാഠിന്യമേറിയ എക്സർസൈസുകൾ ചെയ്യുന്നത് ഒഴിവാക്കുക. അഞ്ചാമതായിട്ട് കൃത്യമായിട്ട് ഒരു 12 മണിക്കൂർ ഫാസ്റ്റിംഗ് നിർബന്ധമാണ്. ആറാമതായിട്ട് കൊളസ്ട്രോളിനെ ബാധിക്കുന്ന ചില മരുന്നുകൾ നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഡോക്ടറോട് പറയണം.